Hello, good morning. Welcome to our YouTube channel. Niyas Dr. ഷാഹിന. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഡേ ഭയങ്കര സ്പെഷ്യൽ ആണ്. എൻ്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്. സോ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡിയർ നീസു. അപ്പോൾ മെയ് 20th ആണ്. അപ്പോൾ ഈ മെയ് 20th എന്ന് പറയുമ്പോൾ നിയാസിന്റെ ബർത്ത്ഡേയുടെ കൂടെ ഞങ്ങൾക്ക് വൺ ഓഫ് മൈ ഇമ്പോർട്ടൻറ്റ് ഡേ കൂടിയാണ് കേട്ടോ ലൈഫിലെ ഞങ്ങളുടെ. അത് എന്താ പറയാ, ഞങ്ങളും പരിചയപ്പെട്ടതിന് ഉടനെ നിയാസിന്റെ ബർത്ത്ഡേ. അപ്പൊ അങ്ങനെ ആ ഒരു ഡേ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ, അടുത്ത വ്ലോഗ് ആക്കാം. ഓക്കെ. സോ അപ്പൊ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി അങ്ങനെയൊന്നും ഇല്ലേ. നിയാസിന്റെ ബർത്ത്ഡേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മള് കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. നിയാസിന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കുറച്ച് വയ്യാകളൊക്കെ ഉണ്ട്. അപ്പോ കുറച്ച് നാളായിട്ട് ആള് തീരെ വയ്യാതൊക്കെ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പോണു. സോ അപ്പൊ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പൊ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകും. ഉച്ചയ്ക്ക് വന്നിട്ട് ഞങ്ങള് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ അത്രയൊക്കെ തന്നെയുള്ളൂ. സോ നമുക്കപ്പോ നിയാസ് കടയിൽ പോയിട്ടോ. നിയാസ് രാവിലെ കടയിൽ പോയി. ഇനി നമുക്ക് വന്നിട്ട് കാണാം. ഗൈസ്, ഞാൻ നിയാസിന് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ ബൊക്കെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സോ നമുക്കൊന്ന് പോയി കൊടുത്താലോ? എങ്ങനെയുണ്ട് ആളുടെ റിയാക്ഷൻ എന്ന് നോക്കാം. കമോൺ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. അതൊക്കെയാണ് സർപ്രൈസ്. ഓക്കെ, കൊള്ളാമോ? വെൽക്കം. അപ്പൊ ഇനി എന്താണ് പരിപാടി? പരിപാടിയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നു അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. എന്നാ പോയാലോ? ആഘോഷങ്ങളില്ല, ആശംസകൾ. ആശംസകൾ ഞങ്ങളല്ലേ നേരുണ്ട്. അപ്പൊ പോവാം നമുക്ക്. അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു പീസ് കേക്ക്, ബ്ലൂബെറി ആൻഡ് കാരമൽ പേസ്ട്രി വാങ്ങിച്ച് കട്ട് ചെയ്യാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പോ നമുക്കൊന്ന് കട്ട് ചെയ്താലോ? കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ചെറിയൊരു കേക്ക് കട്ടിങ് അത്രേ ഉള്ളൂ കേട്ടോ. സോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചെടുത്ത് കേക്കൊക്കെ ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഇനി ലഞ്ച് കഴിക്കാനാണ്. അപ്പൊ ലഞ്ച് നമ്മൾ കുഴിമന്തി കഴിക്കാനായിട്ട് നെഹദിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ അരമണിക്കൂർ വെയിറ്റിംഗ് ചെയ്തിട്ടാണ് നമുക്ക് കുഴിമന്തി കഴിക്കാനായിട്ടുള്ള സീറ്റൊക്കെ കിട്ടിയത്. അപ്പൊ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ മന്തിയൊക്കെ ആസ്വദിച്ച് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, ഞാൻ നീസുവിന് വേണ്ടിയിട്ട് സേമിയ പായസം ഉണ്ടാക്കുക കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. സേമിയ പായസം ഭയങ്കര സിമ്പിളാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ പോലെയാണ് യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഷാൻജീവ് ചേട്ടൻ്റെ യൂട്യൂബ് ചാനലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. നീസുവിനെ തന്നെ കുടിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാതല്ലേ നല്ലത്. ഹലോ നീസു, അപ്പം എങ്ങനെയുണ്ട് എൻ്റെ പായസം? ആക്ച്വലി എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. പിന്നെ ഒന്ന് യൂട്യൂബൊക്കെ നോക്കി അങ്ങോട്ട് ചെയ്തു. കുഴപ്പമില്ലല്ലോ എന്തായാലും. ചെറിയ പോരായ്മകളൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യം കുറച്ച് എന്താ പറയുക, പാല് കുറച്ച് കുറഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല, കുറച്ച് കട്ടിയായി പോയി. എന്നാലും സാരമില്ല. ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ പഠിക്കുന്നത് അല്ലേ? അത് സർപ്രൈസ്. അടുത്ത വ്ളോഗ് അതിപ്പോ പറയണ്ട. ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷെ നമുക്കത് ആ സർപ്രൈസ് അടുത്ത വ്ളോഗിൽ പറയാം അല്ലേ? നമ്മളങ്ങനെ വ്ളോഗിലായിട്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു
രാവിലെ ഇതൊരു എന്താ പറയുക, ഈ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഞങ്ങളുടെ ലൈഫിൽ എന്ന്. അപ്പോൾ ആ ഒരു കേക്ക് ഉണ്ടാക്കിയ കഥ നമുക്ക് അപ്പോൾ പറയാം അല്ലേ? ഓക്കെ അപ്പോൾ നിർത്തല്ലേ ഈ മിനി വ്ളോഗ്? ഓക്കെ. പറഞ്ഞോളൂ. നല്ല വീഡിയോ ഇല്ലേ? ഓക്കെ, ബൈ.